നാറിയവനെ പേറിയാൽ പേറിയവരും നാറും എന്നൊരു ചൊല്ലുണ്ട്. ആ വിളി കേൾക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇടവും വലവും മാങ്കൂട്ടത്തെ പൂട്ടി അത് കോൺഗ്രസിനെ മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് ആക്കി മാറ്റാനുള്ള പെടാപ്പാടിലാണ് CPIയും BJPയും ഉള്ളത്. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തന്നെ കോട്ട കെട്ടിക്കഴിഞ്ഞു. മാങ്കൂട്ടം വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പല അഭിപ്രായങ്ങൾ പറയുന്നത് നിർത്തണമെന്ന കർശന നിർദ്ദേശമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള കേസ് രാഷ്ട്രീയമായി ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ വന്നതോടെ വിവാദ ചുഴിയിൽ പാർട്ടിയെ മുക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി ഇപ്പോഴുള്ളത്. രാഹുലിനെ പിന്തുണയ്ക്കുന്നതോ ന്യായീകരിക്കുന്നതോ ആയ ഒരു നിലപാടും നേതാക്കളിൽ നിന്നും ഉണ്ടാകരുത്. പുറത്താക്കൽ, MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടൽ എന്നീ രണ്ടു കാര്യങ്ങളാണ് സംഘടനാപരമായി എടുക്കാവുന്ന നടപടി. അതിലേക്ക് ഇപ്പോൾ കടക്കേണ്ട എന്നാണ് ധാരണ. അതായത് മാങ്കൂട്ടത്തെ ഒരു കൈ അകലത്തിൽ നിർത്തി സസ്പെൻഷൻ നടപടി മാത്രം ഇപ്പോൾ മതി എന്നാണ് തീരുമാനം. ആരോപണമുയർന്ന ഘട്ടത്തിൽ തന്നെ കാലപരിധി ഇല്ലാതെയുള്ള സസ്പെൻഷനാണ് രാഹുലിന് നൽകിയത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുക കൂടി ചെയ്തു. ഇതാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. കേസിന്റെ ഇനിയുള്ള സ്ഥിതി പരിശോധിച്ച ശേഷം മാത്രമേ കോൺഗ്രസ് അടുത്ത നടപടി എന്ത് വേണമെന്നത് ആലോചിക്കുക കൂടിയുള്ളൂ. അതേസമയം ഇത് UDFനെതിരെയുള്ള പ്രചാരണ ആയുധമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ പ്രതിരോധിക്കുമെന്നും ആരോപണം വന്ന് ഇത്രയും കാലം പരാതി നൽകാതിരുന്നതും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതും പരാതി നൽകിയതും തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുള്ള രാഷ്ട്രീയ നീക്കമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന ആരോപണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി പാർട്ടി നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുക കൂടി ചെയ്തു. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല എന്നും അതൊരു നിലപാടാണെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. അതേസമയം ഒരാൾ തെറ്റ് ചെയ്തുവെന്ന് വെച്ച പാർട്ടിക്കാരെ മുഴുവൻ ക്രൂശിക്കുന്ന നിലപാട് ശരിയല്ല. ആരോപണം വന്നയുടൻ ഉടനടി നടപടിയെടുത്ത നേതൃത്വമാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസുമായിട്ട് 15ഓളം SFI പ്രവർത്തകരായിരുന്നു കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വരികയും അവരെ പോലീസ് തടയുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തത്. അതേസമയം മാങ്കൂട്ടം പാലക്കാട് രഹസ്യ കേന്ദ്രത്തിലാണ് എന്നതാണ് അറിവ്. MLAയുടെ അറസ്റ്റിന്റെ നീക്കവുമായി പോലീസ് ധൃതി പിടിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ല എന്ന നിയമ ഉപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നടക്കുന്നത്. നിരീക്ഷണം ശക്തമാക്കുവാൻ പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തടസ്സമാകും എന്നതിൽ കേരളത്തിന് പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കും. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട്. രാഹുൽ പാലക്കാട് രഹസ്യ കേന്ദ്രത്തിൽ തന്നെയുണ്ട് എന്നാണ് വിവരം. എന്തായാലും നെല്ലും പതിരും തിരിച്ചറിയുന്ന ഒരു കാലം വരട്ടെ എന്നും അതുവരെ കോൺഗ്രസ് മാങ്കൂട്ടത്തിനെതിരെ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നത് ആശ്വാസമുള്ള കാര്യമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം.